വീഡിയോ ടെക് മലയാളത്തിന്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കൂടുതൽ റീച്ചിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് റിസർച്ചിങ് മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്ന് വരെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നു അന്ന് വരെ നമ്മൾ യൂട്യൂബിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം കാലം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഓഡിയൻസിൻ്റെ മൈൻഡ് സെറ്റും മാറുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ റിസർച്ച് ചെയ്യാതെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ റീച്ച് ഉള്ള ചാനലാണെങ്കിൽ പോലും കുറച്ച് നാൾക്ക് ശേഷം നമ്മുടെ വീഡിയോസുകൾ നമ്മുടെ ചാനലെല്ലാം തന്നെ ഡൗൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിൽ റിസർച്ച് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ചാനൽ വ്യൂസ് ഇല്ലെങ്കിൽ പോലും ഇന്ന് ഞാൻ പറയുന്ന ഈ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ യൂട്യൂബിൽ നിങ്ങളുടെ വീഡിയോസിൽ റിസർച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് യൂട്യൂബേഴ്സിൻ്റെ ചാനൽ റിസർച്ച് ചെയ്ത് നോക്കുക. അപ്പം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ മെത്തേഡ്സ് എന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. സമയം കളയാതെ വീഡിയോയിലേക്ക് പോകും. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ഇപ്പോൾ വ്യൂസ് ഇല്ലെങ്കിൽ പോലും ഇന്ന് ഞാൻ പറയുന്ന ഈ റിസർച്ചിങ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ യൂട്യൂബിൽ റിസർച്ച് ചെയ്താൽ നിങ്ങളുടെ വീഡിയോസുകളും അതുപോലെ നിങ്ങളുടെ നിച്ച് വർക്ക് ചെയ്യുന്ന മറ്റ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസുകളും എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഈ ഒരു ടിപ്സൊക്കെ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വീഡിയോസുകൾ റീച്ച് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ യൂട്യൂബ് വീഡിയോസുകൾ തന്നെ ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുക. അതിനുശേഷം മാത്രം മറ്റ് വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ നമ്മുടെ സെയിം നിച്ചിൽ വർക്ക് ചെയ്യുന്ന യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസുകൾ അനലൈസ് ചെയ്യാൻ പോകുക. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോസുകൾ തന്നെ ആദ്യം അനലൈസ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനൽ തന്നെ നമ്മളുടെ വീഡിയോസുകളുടെ ഏറ്റവും കൂടുതൽ റീച്ച് ആയിട്ടുള്ള വീഡിയോസുകൾ എടുക്കുക. അതിപ്പോൾ ചിലപ്പോൾ ടൈമും കൊണ്ട് സ്പീഡിലൊക്കെ കയറിയതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ചാനൽ ആവറേജ് 100 വ്യൂസാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ വീഡിയോസുകളും 100 വ്യൂസാണ് വരുന്നത്, അല്ലെങ്കിൽ 110 ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. ഒരു വീഡിയോയ്ക്ക് മാത്രം ഒരു 200-300 വ്യൂസ് കയറി, അല്ലെങ്കിൽ ഒരു വീഡിയോ മാത്രം മറ്റ് വീഡിയോസുകളെക്കാട്ടിലും സ്പീഡിൽ 100 വ്യൂ അടിച്ചു. അങ്ങനെ 100 വ്യൂ കൂടുതലായിട്ട് സ്പീഡ് കിട്ടിയ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ റീച്ചിലെത്തി നിൽക്കുന്ന വീഡിയോസുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ആ ഒരു വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ വരുന്ന വീഡിയോസുകളിൽ ഉപയോഗിക്കേണ്ടത്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു വീഡിയോയുടെ കണ്ടൻറ്റാണ്. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു വീഡിയോയുടെ കണ്ടൻറ്റാണ്. നമ്മൾ എത്തരത്തിലുള്ള കണ്ടൻറ്റാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കുക. ചിലപ്പോൾ ഇപ്പോൾ തന്നെ യൂട്യൂബ് ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇതിനകത്ത് തന്നെ പല മേഖല ഉണ്ട്. മോണിറ്റൈസേഷൻ ടിപ്സ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂട്ടാനുള്ള ടിപ്സ് കൊടുക്കാം, വ്യൂസ് കൂട്ടാനുള്ള ടിപ്സ് കൊടുക്കാം. അപ്പം എത്തരത്തിലുള്ള വീഡിയോസൊക്കെയാണ് നമ്മുടെ തന്നെ സെയിം നിച്ചിലുള്ള ആ ഒരു ചാനലിലുള്ള ഏത് കണ്ടൻറ്റാണ്, എത്തരത്തിലുള്ള കണ്ടൻറ്റിനാണ് കൂടുതൽ വ്യൂസ് കയറിയെന്ന് നോക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ പുതിയ വരുന്ന വീഡിയോസുകളിൽ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടൻറ്റ് ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുക. ആ ഒരു കണ്ടൻറ്റിൽ റിസർച്ച് ചെയ്യുക. ആ ഒരു കണ്ടൻറ്റ് മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് സാമ്യമുള്ള രീതിയിലുള്ള വീഡിയോസുകൾ വരുന്ന വീഡിയോസുകളിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളുടെ റീച്ചിലെത്തിയ ആ ഒരു വീഡിയോയുടെ പ്രസൻറ്റേഷനാണ്. നമ്മൾ എങ്ങനെയാണ് ആ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്തതെന്ന് നമ്മൾ നോക്കുക. അതായത് ഇപ്പോൾ ചിലപ്പോൾ പലരും ഫേസ് റിവീൽ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്, ചിലർ ഫേസ് റിവീൽ ചെയ്യാതെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ഫേസ് റിവീൽ ചെയ്യാത്ത വീഡിയോസിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആ ഒരു വീഡിയോയ്ക്കകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വീഡിയോ എഡിറ്റിംഗ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്തത്, ആൾക്കാരിലേക്ക് കൊടുത്തത്. ഇപ്പം സ്ലൈഡ് ഷോ വഴിയാണോ, ഇമേജസ് സ്ലൈഡ് ഷോ ആയിട്ട് കൊടുക്കുമായിരുന്നോ, എന്താണ് ആ ഒരു വീഡിയോയ്ക്കകത്തിലുള്ളത്, ആ രീതിയിൽ നിങ്ങൾ വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഫേസ് റിവീൽ ചെയ്തിട്ടുള്ള വീഡിയോസുകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്തിൽ ഇച്ചിരി എനർജി ലെവൽ ചിലപ്പോൾ ഇച്ചിരി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ യൂട്യൂബിൽ ഒരു 20 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 20 വീഡിയോയിലും നമുക്ക് ഒരേ രീതിയിലുള്ള എനർജി ലെവൽ ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ഒരു ഇതിലായിരിക്കണമെന്നല്ല നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ. അതുകൊണ്ട് തന്നെ നമ്മൾ റീച്ച് എത്തിയ ആ ഒരു വീഡിയോ എടുത്തിട്ട് നോക്കുക. ചിലപ്പോൾ പലരും അത് ഹൈ വോയിസിൽ സംസാരിക്കുന്ന വീഡിയോസിലായിരിക്കും റീച്ചിലേക്ക് എത്തുന്നത്, ചിലപ്പോൾ ഒരു മീഡിയം ലെവലിൽ സംസാരിക്കുന്നതൊക്കെ ആയിരിക്കും എത്തുന്നത്. അപ്പം ആ ഒരു റീച്ചിലെത്തിയ ആ ഒരു വീഡിയോയിലെ പ്രസൻറ്റേഷൻ സ്കില്ല് നോക്കുക. ചിലപ്പം നമ്മുടെ വീഡിയോസിൽ പലത് റീച്ച് ആകാത്തതിൻ്റെ കാരണം നമ്മുടെ പ്രസൻറ്റേഷൻ തന്നെ ആയിരിക്കും. പലർക്ക് നമ്മുടെ പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കാം നമ്മുടെ വീഡിയോസുകൾ അവർ ഫുള്ളായിട്ടിരുന്ന് കാണാത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഓഡിയൻസ് റിട്ടൻഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഓഡിയൻസ് റിട്ടൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ആൾക്കാർ നമ്മുടെ വീഡിയോസിലേക്ക് യൂട്യൂബ് ഇംപ്രഷൻ കൊടുത്തിട്ട് കൊണ്ടുവരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പാർട്ടാണ് ഈ ഒരു പ്രസൻറ്റേഷൻ. നമ്മളപ്പം റീച്ചിലെത്തിയ ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുക. വരുന്ന വീഡിയോസുകൾ അങ്ങനെ നമ്മൾ വീണ്ടും വീഡിയോസുകൾ പ്രസൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ആങ്കർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലും ടാഗും ഡിസ്ക്രിപ്ഷനുമാണ്. ആ റീച്ചിലെത്തിയ വീഡിയോയിൽ എത്തരത്തിലാണ് നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് നോക്കുക. ആ ഒരു വീഡിയോയിൽ
എങ്ങനെയാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ മലയാളത്തിൽ ടൈറ്റിൽ കൊടുത്തിരിക്കാം, ചിലപ്പം കൂടുതലായിട്ട് ആൾക്കാരെ ക്യാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും ടൈറ്റിൽ കൊടുക്കുന്നത്, ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള ടൈറ്റിലായിരിക്കും ആ ഒരു വീഡിയോയ്ക്ക് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈറ്റിൽ റീച്ച് ആയിട്ടുണ്ടെങ്കിൽ, ആ ഒരു ടൈറ്റിൽ കണ്ടിട്ട് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ആ സിമ്പിളായിട്ടുള്ള ആ ഒരു ടൈറ്റിലുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്തരത്തിൽ ആ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടോ ആ ഒരു ടൈറ്റിലിനെ ആശ്രയിച്ച് കൂടെ ആയിരിക്കും ആ ഒരു വീഡിയോയിലേക്ക് ആൾക്കാർ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ പുതിയതായിട്ട് വരുന്ന വീഡിയോസുകളിലും ടൈറ്റിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പലരും ചിലപ്പം മറ്റ് ടൂൾസൊക്കെ വെച്ചിട്ടായിരിക്കും ടൈറ്റിൽ കണ്ടുപിടിക്കുന്നത്, ചിലപ്പോൾ യൂട്യൂബിലെ സെർച്ച് ബാർ വെച്ചിട്ടായിരിക്കും പലരും ടൈറ്റിൽ കണ്ടുപിടിക്കുന്നത്, ടാഗ് പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും പലരും ടൈറ്റിൽ കീവേഡുകളൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് മെത്തേഡിലൂടെയാണ് ആ ഒരു റീച്ചിലെത്തിയ വീഡിയോയിൽ നിങ്ങൾ ടൈറ്റിൽ കണ്ടുപിടിച്ചത്, ആ ഒരു മെത്തേഡ് തന്നെ പുതുതായിട്ട് വരുന്ന വീഡിയോയിൽ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനിയും അടുത്തത് തന്നെ ഈ ഒരു സെക്ഷനിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണെങ്കിൽ ലേൺ ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ ഇൻ മലയാളം, അതിൻ്റെ കുറച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്യുക. അപ്പം നിങ്ങളുടെ വീഡിയോയിൽ റീച്ച് ആയിട്ടുള്ള വീഡിയോസുകൾ എടുത്തതിന് ശേഷം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് കൂടെ നോക്കുക. ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കൂടുതലായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ റീച്ച് ആയിട്ടുള്ള വീഡിയോസിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എത്തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്, ആ ഒരു വീഡിയോയിലുള്ള ടൈറ്റിൽ തന്നെ നിങ്ങളുടെ അടുത്ത് ഡിസ്ക്രിപ്ഷനിൽ ആദ്യം കൊടുത്തിരിക്കുകയാണോ, അതല്ലാതെ വേറെ കീവേഡുകൾ കോപ്പി പേസ്റ്റ് ചെയ്ത് അവിടെ കൊടുത്തിരിക്കുകയാണോ, അതെല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ പുതുതായിട്ട് വരുന്ന വീഡിയോയിൽ ഇത് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരുന്ന ഒരു കാര്യമാണ് ഹാഷ്ടാഗ്. ഈ ഒരു ഹാഷ്ടാഗ് കൂടെ നമ്മൾ നോക്കുക, നമ്മൾ എത്തരത്തിലുള്ള ഹാഷ്ടാഗ് ആയിരുന്നു കൊടുത്തിട്ടുള്ളത്, ആ ഒരു ഹാഷ്ടാഗ് തന്നെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹാഷ്ടാഗ് തന്നെ നമ്മൾ പുതിയ വീഡിയോസുകളും കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നീടാണ് ടാഗ് സെക്ഷൻ. ഈ ഒരു ടാഗ് ഏത് മെത്തേഡിലൂടെയാണോ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ റീച്ച് ആയിട്ടുള്ള വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുള്ളത്, ആ ഒരു മെത്തേഡിലൂടെ തന്നെ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ആ ഒരു ടാഗ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് ഇടണമെന്നല്ല പറയുന്നത്, മറിച്ച് നമ്മൾ ഏത് മെത്തേഡിലൂടെയാണോ ആ ടാഗ് കണ്ടുപിടിച്ചത്, ചിലപ്പോൾ പലരും ചുമ്മാ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളായിരിക്കും ടാഗ് ആകുന്നത്. അപ്പോൾ അതിനകത്തിലും കൂടുതൽ നിങ്ങൾക്ക് റീച്ച് ആയെന്ന് തോന്നിയിട്ടുള്ള ടാഗുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ടുള്ള വീഡിയോസുകൾ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ തന്നെയാണെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോസുകളിലും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു ഗെറ്റ് ഫസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സ് ഓൺ യൂട്യൂബ് ഫാസ്റ്റ്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. കൂടുതൽ വീഡിയോസുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാഗുകൾ എനിക്ക് കൂടുതലായിട്ട് റീച്ചിലേക്ക്, എൻ്റെ വീഡിയോസുകൾ കൂടുതൽ റീച്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ടാഗുകളാണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടാഗുകൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു റീച്ച് ആയിട്ടുള്ള വീഡിയോസുകൾ എടുത്തതിന് ശേഷം നിങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ടാഗുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്ന വീഡിയോസുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ടാഗ് കണ്ടുപിടിച്ച മെത്തേഡ് തന്നെ പുതുതായിട്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോഴും ആ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നാലാമതായിട്ടുള്ളൊരു കാര്യം തംബ്നെയിലാണ്. ആ ഒരു റീച്ച് ആയിട്ടുള്ള വീഡിയോസുകളിൽ ചിലപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള തംബ്നെയിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഒന്നും ആൾക്കാർ കണ്ടാൽ തന്നെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള തംബ്നെയിലായിരിക്കും കൊടുത്തിട്ടുള്ളത്. അതിനുശേഷമുള്ള റീച്ച് ആകാത്ത വീഡിയോസിലെല്ലാം ക്ലിക്ക് ബൈറ്റ് പോലുള്ള വീഡിയോസ് തംബ്നെയിൽ വെച്ചിട്ട് പോലും ആൾക്കാർ വരുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ഓഡിയൻസിന് കൂടുതലും ആപ്റ്റ് ആയിട്ടുള്ള തംബ്നെയിൽ എന്ന് പറയുന്നത് നിങ്ങൾ ആ റീച്ചിലെത്തിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്ത് ആ ഒരു തരത്തിലുള്ള തംബ്നെയിലാണ്. ആ ഒരു തംബ്നെയിലിൻ്റെ ഡിസൈൻ വേണോ അല്ലെങ്കിൽ ആ ഒരു ഇത് തന്നെ വേണമെന്നില്ല, ഇച്ചിരി പെർഫെക്ഷൻ കൂട്ടുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മാറ്ററൊക്കെ കൂടുതലും അതുപോലെ തന്നെ നിർമ്മിക്കാൻ ശ്രദ്ധിക്കുക. അതായത് സിമ്പിളായിട്ട് ആ ഒരു തംബ്നെയിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ക്യാച്ച് ചെയ്യുന്ന രീതിയിലുള്ള തംബ്നെയിലായിരിക്കും ആ ഒരു വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് വേർഡ്സ് മാത്രമേ ആ ഒരു തംബ്നെയിൽ യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾ ആ ഒരു തംബ്നെയിലിൻ്റെ കമ്പോണൻസ് നോക്കിയിട്ട് അത് നിങ്ങൾ പുതുതായിട്ട് വരുന്ന വീഡിയോസുകളിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ വലിയ രീതിയിലുള്ള റീച്ച് ഒരു വീഡിയോയ്ക്കും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ തന്നെ സെയിം നിച്ചിൽ വർക്ക് ചെയ്യുന്ന യൂട്യൂബേഴ്സിൻ്റെ ചാനൽ എടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അവർ ടൈറ്റിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഡിസ്ക്രിപ്ഷൻ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഹാഷ്ടാഗ്, ടാഗ്, ഇതെല്ലാം തന്നെ ടാഗ് പോലുള്ള ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ടാഗുകളൊക്കെ നമുക്ക് കണ്ടെത്തുവാനൊക്കെ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ടിപ്സൊക്കെ തന്നെ നമ്മുടെ വീഡിയോസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റീച്ച് നമ്മുടെ വീഡിയോസുകൾക്കും ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് നമ്മൾ യൂട്യൂബിൽ റിസർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നീട് നമ്മുടെ യൂട്യൂബിൻ്റെ ട്രെൻഡിങ് ഉണ്ട്, എവർഗ്രീൻ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കിടക്കുന്നില്ല. ഈ റിസർച്ചിൻ്റെ കാര്യം പറയുമ്പോൾ മെയിനായിട്ട് ഇത്രയും ഭാഗം എടുക്കുക. അതിനുശേഷം പല ഭാഗങ്ങൾ ഇതുപോലെ തന്നെ റിസർച്ച് ചെയ്യാൻ വേണ്ടി ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ ഇതിനകത്തിലെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്തിലൂടെ നോക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.